ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 ദ വാംത്ത് ഓഫ് ലവ്. വാംത്ത് എന്ന് പറഞ്ഞാൽ ഊഷ്മളത അല്ലെങ്കിൽ വാത്സല്യം. ഈ വാത്സല്യം എന്ന് പറയുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള പാരൻസ് തമ്മിലുള്ള വാത്സല്യം, മൂത്തവർക്ക് ഇളയവരോട് തമ്മിലുള്ള വാത്സല്യം, ഫ്രണ്ട്സ് തമ്മിലുള്ള വാത്സല്യം, ഇതെന്തുമാവാം. ഇതിലൊരു കോട്ട് കൊടുത്തിട്ടുണ്ട് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ. എർത്ത് ഇസ് എ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ഭൂമിയാണ് സ്നേഹിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം. ഈ ലൈൻ ബർച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അടുത്ത പേജിലേക്ക് പോയാലോ? 2 ചിത്രങ്ങൾ കാണാം. 2 pictures. Let's look at the pictures above. 2 boys are getting ready for school. 2 കുട്ടികൾ സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. What is the first boy doing? എന്താണ് ഫസ്റ്റ് ബോയ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് ബോയ് ഈസ് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് എ മദർ. അമ്മയുമായിട്ട് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇസ് ഹി ഹാപ്പി? യെസ്, ഹീ ഈസ് ഹാപ്പി. അവൻ സന്തോഷവാനാണ്. വാട്ട് ഇസ് ദ റീസൺ? എന്തായിരിക്കും കാരണം? ദ റീസൺ മൈ ബി ഹീ ഈസ് ഗോയിങ് ടു മീറ്റ് ഹിസ് ന്യൂ ഫ്രണ്ട്സ് ആഫ്റ്റർ ദ വെക്കേഷൻ, or he is going to meet his friends, teachers and new books ഒക്കെ കാണാൻ പോവാണ്. പുതിയ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ കാണാൻ പോവാണ്. അതായിരിക്കും കാരണം. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? രണ്ടാമത്തെ കുട്ടിയോ? ഹി ഈസ് ക്രൈങ്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? എന്താണ് അവൻ്റെ അമ്മ ചെയ്യുന്നത്? അമ്മ സമാധാനിപ്പിക്കുകയാണ്. സമാധാനിപ്പിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് കൺസോളിങ്. Now the teacher will tell you about his or her first day at school. How was your first day at school? Share with your friends. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. The kissing hand. In this story, a little raccoon named Chester is hesitant about going to school. Now let's see what happens to him. ഇതിൽ ഉള്ള ക്യാരക്ടറിൻ്റെ പേരാണ് ചെസ്റ്റർ. ചെസ്റ്റർ എന്ന് പറയുന്നത് ഒരു റക്കൂണാണ്. റക്കൂൺ എന്ന് പറഞ്ഞാൽ നേറ്റീവ് അമേരിക്കൻ ഭാഗത്ത് കണ്ടുവരുന്ന ഒരു മാമലാണ്. ഇതിൻ്റെ മാസ്കും ഇതിൻ്റെ വാലിലുള്ള റിങ്സും ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇത് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന ഒരു ജീവിയാണ്. ഇനി നോക്കിയേ, ചെസ്റ്റർ ഇസ് ഹെസിറ്റൻ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. ഈ ചിത്രത്തിൽ കാണാം സ്കൂളിലൊക്കെ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു റക്കൂണിനെ കാണാം. അതിൻ്റെ ബാഗിൻ്റെ സൈഡിൽ അമ്മ കുട്ടിയോട് എന്തോ സംസാരിക്കുന്നത് കാണാം. നമുക്ക് നോക്കാം. ഹെസിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ മടി. അപ്പം ചെസ്റ്റർ റക്കൂണിന് ഏതൊരു കുട്ടിയെപ്പോലെയും തുടക്കത്തിൽ സ്കൂളിൽ പോകാൻ മടിയാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ചെസ്റ്റർ റക്കൂണ് ഫോറസ്റ്റിൻ്റെ അറ്റത്ത് നിന്നിട്ട്, എഡ്ജിൽ നിന്നിട്ട് കരയാണ്. I don't want to go to school, he told his mother. എനിക്ക് സ്കൂളിൽ പോണ്ട. I don't want to go to school. അമ്മയോട് പറഞ്ഞു. I want to stay home with you. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കണം. സ്റ്റേ, വീട്ടിൽ നിൽക്കുക. I want to play with my friends. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. I want to play with my toys. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കണം. I want to read my books. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. I want to swing on my swing. എനിക്കെൻ്റെ ഊഞ്ഞാലിലാടണം. നോക്കിയേ, ഇവിടെ 2 സ്വിങ് ഉണ്ട്. ആദ്യത്തെ സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക എന്നുള്ള അർത്ഥമാണ്. അതൊരു വേർബാണ്. ഇനി രണ്ടാമത്തെ സ്വിങ്ങോ ഊഞ്ഞാലാണ്, നൗണാണ്. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അവൻ കെഞ്ചാണ്, ഞാനൊന്ന് നിങ്ങളുടെ കൂടെ നിന്നോട്ടെ. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. മിസ് റക്കൂൺ, അമ്മ റക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്ററിനെ കയ്യോടെ പിടിച്ചു. ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. എന്നിട്ട് എന്ത് ചെയ്തു? മൂക്കൊണ്ടും വായനകൊണ്ടും ഇങ്ങനെ റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഉരസുന്നതിനാണ് നസിൽഡ് എന്ന് പറയുക. മൃഗങ്ങൾ സാധാരണ നക്കിയിട്ടാണ് ഇങ്ങനെ സ്നേഹം കാണിക്കുക. ഇവിടെയും മൂക്കുകൊണ്ട് ഇങ്ങനെ ഇതാക്കി നക്കിയിട്ടായിരിക്കും സ്നേഹം കാണിച്ചിട്ടുണ്ടാവുക. എന്നിട്ടോ, സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. സംടൈംസ്, ചിലപ്പോൾ, വി ഓൾ ഹാവ് ടു ഡു തിങ്സ്, നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. വി ഡോണ്ട് വാണ്ട് ടു ഡു, നമുക്കത് ചെയ്യാൻ ഇഷ്ടമേ ഉണ്ടാവില്ല. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. മൃദുലമായിട്ട് അമ്മ കുട്ടിയോട് പറഞ്ഞു.
ഇവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ്, ഇവൻ ഇഫ് ഒരു പക്ഷേ ദേ സീം അതെങ്ങനെയായിരിക്കും, സ്ട്രേഞ്ച് ആയിരിക്കും, വിചിത്രമായിരിക്കും, സാധാരണ പോലെ ആയിരിക്കില്ല. ആൻഡ് സ്കേറി പേടിപ്പെടുത്തുന്നതായിരിക്കും അറ്റ് ഫസ്റ്റ് തുടക്കത്തിൽ. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. ബട്ട് പക്ഷേ യു വിൽ ലവ് സ്കൂൾ നിനക്കിഷ്ടപ്പെടും സ്കൂള് വൺസ് യു സ്റ്റാർട്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് നിനക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ് പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് നിനക്ക് പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കാം, പുതിയ പുതിയ ഊഞ്ഞാലയിലാടാം. കണ്ടോ, സ്വിങ് ആടുക, ഓൺ ന്യൂ സ്വിങ് പുതിയ ഊഞ്ഞാൽ. ബിസൈഡ്സ് അതുകൂടാതെ ഷി ആഡഡ് അമ്മ കൂട്ടിച്ചേർത്തു, ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് that will make your night at school seem as warm and cozy as your dates at home. I know എനിക്കറിയാം, എന്തറിയാം, ഒരു വണ്ടർഫുൾ സീക്രട്ട്, ഒരു നല്ല സീക്രട്ട് അറിയാം. ദറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് നിൻ്റെ രാത്രികൾ, സ്കൂളിലുള്ള രാത്രികൾ. ഇതൊരു പക്ഷേ റെസിഡൻഷ്യൽ സ്കൂളായിരിക്കാം, അവിടെ താമസിക്കുന്ന സ്കൂളായിരിക്കാം. അല്ലെങ്കിൽ റെക്കോർഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയാണ് പുറത്തിറങ്ങുന്നത്, അതുകൊണ്ട് ഇവർക്ക് സ്കൂളും രാത്രി ആയിരിക്കാം. അപ്പം നിൻ്റെ രാത്രികൾ, സ്കൂളിലുള്ള രാത്രികൾ എങ്ങനെയാവും? വാം ആൻഡ് കോസി ഭയങ്കര വാത്സല്യം നിറഞ്ഞതും ഊഷ്മളത നിറഞ്ഞതും. കോസി ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര സുഖകരമായിരിക്കും. എങ്ങനെ സുഖകരം? ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം നിൻ്റെ വീട്ടിലുള്ള ദിനങ്ങൾ പോലെ ആയിരിക്കും സ്കൂളിലുള്ള രാത്രികൾ, അത്രയും കംഫർട്ടബിൾ ആയിരിക്കും ഈ സീക്രട്ട് കാരണം എന്ന് പറയാണ്. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ചെസ്റ്റർ എന്ത് ചെയ്തു? ടിയേഴ്സ് കണ്ണീരൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞു, തുടച്ചു കളഞ്ഞു. ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ് എന്നിട്ട് ഭയങ്കര താല്പര്യമുള്ള പോലെ നോക്കി നിന്നു. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ? എന്ത് തരത്തിലുള്ള സീക്രട്ട്? എ വെരി ഓൾഡ് സീക്രട്ട്, ഒരു ഭയങ്കര പഴയ സീക്രട്ടാണ്. സെഡ് മിസ്സസ് റക്കൂൺ. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ഞാൻ ലേൺ ചെയ്തത്, ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ എൻ്റെ അമ്മ എവിടെ നിന്നാണ് പഠിച്ചത്? അമ്മമ്മയുടെ അടുത്തുനിന്ന്, അവരുടെ അമ്മയുടെ അടുത്തുനിന്ന്. ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. വണ്ടർഫുൾ സീക്രട്ടിനൊരു പേരുണ്ട്. എന്താണ്? കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ്? ആസ്ക്ഡ് ചെസ്റ്റർ. കിസ്സിങ് ഹാൻഡോ? വാട്ട് ഇസ് ദാറ്റ്? എന്താ അത്? ഐ വിൽ ഷോ യു. അമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ്. അമ്മ എന്ത് ചെയ്തു? ഇടത് കൈ എടുത്തു, ചെസ്റ്ററിൻ്റെ ഇടത് കൈ എടുത്തിട്ട് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. സ്പ്രെഡ് ചെയ്തു, ഇങ്ങനെ നിവർത്തി വെച്ചു. ഇൻ ടു എ ടൈനി ഹിസ് ടൈനി ഫിംഗേഴ്സ് കുഞ്ഞു വിരലുകൾ, ടൈനി സ്മോൾ ഫിംഗേഴ്സ് വിരലുകൾ. ഇൻ ടു എ ഫാൻ എന്താക്കിയിട്ടാണ് വിടർത്തിയ? ഫാൻ പോലെ വിടർത്തി. ലീനിങ് ഫോർവേഡ് മുന്നോട്ടിങ്ങനെ ചാഞ്ഞപ്പം. ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എസ് പാം. ലീനിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടിങ്ങനെ ചെരിക. അപ്പം എന്ത് ചെയ്തു? അമ്മ കൈയിൻ്റെ നടുവിൽ, റൈറ്റ് ഇൻ ദ മിഡിൽ, കറക്റ്റ് നടുവിൽ എന്ത് ചെയ്തു? കിസ്സ് കൊടുത്തു. ഉള്ളം കൈയിൽ, പാം ഉള്ളം കൈയിൽ നല്ലൊരു കിസ്സ് കൊടുത്തു. ചെസ്റ്റർ felt his mother's kiss rush from his hand and up his arm and into his heart. ചെസ്റ്റർ ഫീൽ ചെയ്തു, അനുഭവിച്ചു. ഫെൽറ്റ് എന്ത് അനുഭവിച്ചു? അമ്മയുടെ ആ കിസ്സ് റഷ് ചെയ്യാണ്, ഇങ്ങനെ ഓടുകയാണ്. എവിടുന്ന്? ഹാൻഡിൽ നിന്ന്. ഫ്രം ഹിസ് ഹാൻഡ്, ഹാൻഡിൽ നിന്ന് അപ്പ് ഹിസ് ആം, അങ്ങ് മുകളിലേക്ക് കയറി, കൈയിൻ്റെ മുകളിലേക്ക്. ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്, അങ്ങനെ ഹൃദയത്തിലെത്തി, ഹാർട്ടിലെത്തി. Even a silky black mask tingled with a special warmth. ഈ റക്കൂണിന് കണ്ടോ? റക്കൂണിൻ്റെ മുകളിൽ ഫുള്ളിങ്ങനെ ഫെറാണ്. ഫെറെന്ന് പറഞ്ഞാൽ രോമാണ്. അതിൻ്റെ മുഖത്ത് കണ്ടോ ഒരിങ്ങനെ മാസ്ക് പോലെ? ആ മാസ്കും, സിൽക്കി ആയിട്ടുള്ള ആ മാസ്കും, പിന്നെ എല്ലാം എന്ത് ചെയ്തു? ടിങ്കിൾ ചെയ്തു. ടിങ്കിൾ എന്ന് പറഞ്ഞാൽ ഇക്കിളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. വിത്ത് സ്പെഷ്യൽ വാംത്ത്, ഒരു പ്രത്യേകതരം വാത്സല്യം, ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ഇക്കിളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. മിസ് റക്കൂൺ സ്മൈൽഡ്. അമ്മ റക്കൂൺ ചിരിച്ചു. നൗ ഇപ്പോൾ, ഷീ ടോൾഡ് ചെസ്റ്റർ, whenever you feel lonely, എപ്പോഴൊക്കെ നിനക്ക് ഒറ്റപ്പെടൽ തോന്നുന്നുവോ? ഫീൽ തോന്നുക, ലോൺലി ഒറ്റപ്പെടൽ. ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് കുറച്ച് സ്നേഹം ഇങ്ങനെ ആവശ്യം തോന്നുകയാണെങ്കിൽ, വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എന്ത് രസമായെന്ന് തോന്നുകയാണെങ്കിൽ,
ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. എന്താ പറഞ്ഞേ? പ്രസ് ചെയ്യാൻ. എന്ത്? ഹാൻഡ്. എവിടേക്കാണ് പ്രസ് ചെയ്യാൻ പറഞ്ഞേ? ചീക്കിലേക്ക്, കവിളിലേക്ക്. എന്നിട്ട് ചിന്തിക്കുക. മോമി ലവ്സ് യു, മോമി ലവ്സ് യു. ഇങ്ങനെ ചിന്തിച്ചാൽ മതി എന്നാണ് പറയുന്ന അമ്മ. മോമി ലവ്സ് യു, അമ്മ നിന്നെ കുറേ സ്നേഹിക്കുന്നുണ്ട്, അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? ആൻഡ് ദറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. എന്താ സംഭവിക്കുക? ആ കിസ് കയ്യിൽ തന്നിട്ടുള്ള ആ കിസ് ഒരൊറ്റ ചാട്ടാണ്, ജമ്പ് ചെയ്യും, ചാടുക. എങ്ങോട്ടാ ചാടുന്നേ? ടു യുവർ ഫേസ്, നിൻ്റെ മുഖത്തേക്ക്, ഫേസിലേക്ക് ജമ്പ് ചെയ്യും. ഫിൽ യു, നിന്നെ മൊത്തമായിട്ട് അതങ്ങോട്ട് കവർ ചെയ്യും, ഫില്ല് ചെയ്യും, നിന്നെ നിറയ്ക്കും. എന്തായിട്ട്? വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, ഭയങ്കര വാത്സല്യം നിറഞ്ഞിട്ടുള്ള ചിന്തകളൊക്കെ കൊണ്ട് നിന്നെ നിറയ്ക്കും, ഫില്ല് ചെയ്യും എന്നാണ് പറയുന്നത്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്. അമ്മ ചെസ്റ്ററിൻ്റെ ഹാൻഡ് ഇങ്ങനെ പതുക്കെ എടുത്തു. ആൻഡ് കെയർഫുള്ളി, ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട്, റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. ഇങ്ങനെ പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. റാപ്പ് ചെയ്യുക. ചോക്ലേറ്റിൻ്റെ റാപ്പറൊക്കെ അല്ലേ, അങ്ങനെ അതിന് റാപ്പർ എന്ന് പറഞ്ഞാൽ പൊതിന്നാണ് റാപ്പ് എന്ന് പറയാം. അപ്പം അമ്മ ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് ആ കിസ്സിൻ്റെ ചുറ്റും ഇങ്ങനെ വിരലാക്കിയിട്ട് ഇങ്ങനെ മൂടി കവർ ചെയ്തു. Now be careful not to lose it. She teased him. ഇങ്ങനെ കളിയാക്കണം അമ്മ. എന്താ പറഞ്ഞേ? കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധിക്കണം, അതുകൊണ്ട് കളഞ്ഞേക്കരുത് കേട്ടോ. നോട്ട് ടു ലൂസ് ഇറ്റ്. ലൂസ് എന്ന് പറഞ്ഞാൽ കളയുക, കൊണ്ട് കളഞ്ഞേക്കരുത് കേട്ടോ. ടീസ് ചെയ്തു. എന്ത് ചെയ്തു? തമാശ പോലെ കളിയാക്കി. ബട്ട് ഡോണ്ട് വറി. പക്ഷെ എന്ത് വേണ്ട, ഒരു ടെൻഷനും അടിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദി കിസ് വിൽ സ്റ്റിക്ക്. പിന്നെ അമ്മ കളിയാക്കുകയാണ്. എന്ത്? നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈ ഓപ്പൺ ചെയ്യുമ്പം, കൈ തുറക്കുമ്പം, എന്തിന്? കൈ കഴുകാൻ വേണ്ടിയിട്ട്, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുറക്കുമ്പം, ഐ പ്രോമിസ്, ഞാൻ പ്രോമിസ് ചെയ്യാണ്, ഞാൻ സത്യം ചെയ്യാണ്. കിസ് അവിടെ, ഉമ്മ അവിടെ എന്ത് ചെയ്യും? ഒട്ടി നിന്നോളും, സ്റ്റിക്ക് ചെയ്ത് നിന്നോളും എന്ന് അമ്മ കളിയാക്കി പറയാണ്. എവിടെയും ടീസ് ചെയ്യാണ്. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് ഭയങ്കര ഇഷ്ടമായി കിസ്സിങ് ഹാൻഡ്. Now he knew his mother's love would go with him wherever he went, even to the school. ഇപ്പം അവന് മനസ്സിലായി. അവന് മനസ്സിലായി. എന്ത്? അമ്മയുടെ സ്നേഹം അവൻ എവിടെ പോയാലും, എവിടെ പോയാലും അത് ഫോളോ ചെയ്യുമെന്ന്, അത് കൂടെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഈവൻ ടു സ്കൂളിലേക്ക് പോയാലും അവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ദാറ്റ് നൈറ്റ്, ആ രാത്രി, ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അവൻ ആ രാത്രി സ്കൂളിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിൽ നിന്നുകൊണ്ട്, ലുക്ക്ഡ് തോട്ട്ഫുൾ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സഡൻലി, എന്തോ ഐഡിയ കിട്ടിയ പോലെ, സഡൻലി, പെട്ടെന്ന്, ഹി ടേൺ ടു ഹിസ് മദർ, അമ്മൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ആൻഡ് ഗ്രിൻഡ്, ഇങ്ങനെ ഇളിച്ച് കാട്ടി, ഇങ്ങനെ ഒരു നാണം കൊണ്ടൊക്കെ ഉള്ള ഒരു ഇളിച്ച് കാട്ട്, ഗ്രിന്ന് ചെയ്യുക, ചിരിക്കുക, ഇളിച്ച് കാട്ടുക. ഗിവ് മി യുവർ ഹാൻഡ്, അമ്മേ കൈ തരൂ. He told her. Chester took his mother's hand in his own. ചെസ്റ്റർ ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു, അമ്മയുടെ കൈകൾ, ഇൻ ഹിസ് ഓൺ, അവൻ്റെ സ്വന്തം കൈകളിൽ അവൻ്റെ അമ്മൻ്റെ കൈ എടുത്തു. ആൻഡ് അൺഫോൾഡഡ് ഹർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്നിട്ട് എന്ത് ചെയ്തു? അൺഫോൾഡ് ചെയ്തു. അൺഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മടക്ക് നിവൃത്തുക. ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മടക്ക്, അൺഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മടക്ക് നിവൃത്തുക. ഹർ ലാർജ്, വലിയ, ഫെമിലിയർ, ഭയങ്കര പരിചിതമായിട്ടുള്ള, അമ്മൻ്റെ കൈ ഭയങ്കര എന്നും കാണുന്നതുകൊണ്ട് പരിചിതമായിരിക്കും. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ പരിചിതമായിട്ടുള്ള. ഫിംഗേഴ്സ്, വിരലുകൾ, ഇൻ ടു എ ഫാൻ. ചെസ്റ്ററിൻ്റെ കൈകൾ ഫാന് മാതിരി സ്പ്രെഡ് ചെയ്ത പോലെ അവൻ അമ്മൻ്റെ കൈകളും ഫാൻ മാതിരി സ്പ്രെഡ് ചെയ്തു. നെക്സ്റ്റ്, എന്നിട്ട് അടുത്തത്, ഹി ലീൻഡ് ഫോർവേഡ്, മുന്നോട്ടിങ്ങനെ ചാഞ്ഞു, നമ്മൾ പഠിച്ച വാക്കാണ്. ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് എ ഹാൻഡ്. എന്നിട്ട് അമ്മ ചെയ്തതുപോലെ കൈൻ്റെ ഉൾപാദത്തിൽ നല്ലൊരു ഉമ്മ വെച്ച് കൊടുത്തു, നടുവിൽ. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇനി നിങ്ങൾക്കും എന്തുണ്ട്? ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. ഒരു മൃദുലമായ ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവൻ അമ്മനോട് പറഞ്ഞു, ഐ ലവ് യു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. ചെസ്റ്റർ അത് പറഞ്ഞിട്ട് ഹി ടേൺഡ്, തിരിഞ്ഞു, എന്നിട്ടിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ പോയി. Miss Raccoon watched Chester scamper across a tree limb.
ആൻഡ് എൻറ്റർ ദ സ്കൂൾ. മിസ് റക്കൂൺ എന്ത് ചെയ്തു? അമ്മ റക്കൂൺ ഇങ്ങനെ നോക്കി നിന്നു, വാച്ച് ചെയ്തു, നോക്കി നിന്നു. ആരെ? ചെസ്റ്ററിനെ. അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സ്കാമ്പർ ചെയ്യുക. ഇങ്ങനെ സന്തോഷത്തിൽ നമ്മളിങ്ങനെ തുള്ളിച്ചാടി പോവില്ലേ? അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടല്ലേ തുള്ളിച്ചാടുക? അതിനാണ് സ്കാമ്പർ എന്ന് പറയുക, ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് പോകുന്നതിന്. എക്രോസ് എ ട്രീ ലിംബ് എന്ന് പറഞ്ഞാൽ മരച്ചില്ല. ആ മരച്ചില്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ ചാടി ചാടി എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ആൻഡ് എൻറ്റർ ദ സ്കൂളിലേക്ക് ഇങ്ങനെ പോകുന്നത് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. സ്കൂളിൻ്റെ ഫസ്റ്റ് ബെല്ലടിച്ചപ്പം ഷീ പ്രസ്ഡ് എ ഹാൻഡ് ടു ഹർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. യെസ്, അപ്പം റക്കൂണ് മാത്രമല്ല, അമ്മയ്ക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് റക്കൂണിനെ. ഷീ പ്രസ്ഡ് ലെഫ്റ്റ് ഹാൻഡ്. ആ ഇടത് കൈ എടുത്തിട്ട്, ചെസ്റ്റർ ഉമ്മ വെച്ചിട്ടുള്ള ആ കൈ എടുത്തിട്ട് ചീക്കിലേക്ക്, കവിളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് സ്മൈൽ ചെയ്തു, ചിരിച്ചു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് എ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പം ആ ചെസ്റ്ററിൻ്റെ കിസ് ഇങ്ങനെ നിറഞ്ഞിട്ടുള്ള ആ കൈ മുഖത്തേക്ക് വെച്ചതും ആ കിസ് ഇങ്ങോട്ട് ഓടിച്ചാടി മുഖത്തേക്ക് വരികയാണ്. എന്നിട്ടോ അമ്മേനിങ്ങനെ ഫുൾ ആ സ്പെഷ്യൽ വാക്കുകളോട് കൂടിയിട്ട് കവർ ചെയ്യുകയാണ്, ഫില്ല് ചെയ്യുകയാണ്. എന്താണ് ആ സ്പെഷ്യൽ വാക്കുകൾ? ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്റർ അമ്മേനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ചെസ്റ്റർ ഇറ്റ് സാങ്, അതിങ്ങനെ പാടുകയാണ്. ചെസ്റ്റർ ലവ്സ് യു അല്ലേ? ഇവിടെ ചെസ്റ്റർ റക്കൂണും മിസ് റക്കൂണും അമ്മയും മകനും തമ്മിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് കാണിക്കുന്നൊരു കഥയാണ്. ഇനി അബൌട്ട് ദി ഓതർ. ഓഡ്രി പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇസ് എൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതുന്ന ഒരു റൈറ്ററാണ്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞുള്ള ബുക്കിനാണ് അവർ ഏറ്റവും കൂടുതൽ ഫേമസ്. എ പിക്ചർ ബുക്ക്, പിക്ചറോട് കൂടിയിട്ടുള്ള അങ്ങനെ ചിത്രകഥയാണ്. ഫീച്ചറിങ് റക്കൂൺസ്, അതിലുള്ള ക്യാരക്ടർ റക്കൂണാണ്. വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്, മനുഷ്യന്മാരുടെ ക്വാളിറ്റീസ് വെച്ചുകൊണ്ടുള്ള ഒരു കഥയാണ് ഈ കിസ്സിങ് ഹാൻഡിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.